ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കരൾ. നമുക്കറിയാം, കരളിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹെപ്പറ്റോളജി എന്നാണ്. ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നാണ് കരൾ അറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടിപിടിക്കുന്നതിനാവശ്യമായ പ്രോട്ടീൻ നിർമ്മിക്കുന്നത് കരളിലാണ്. കരളിൽ അമിതമായി അടിയുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ. അങ്ങനെയെങ്കിൽ കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ എന്താണ്? തെറ്റിപ്പോകരുത്, വൈറ്റമിൻ കെ ആണ്. അമിതമായി കരളിൽ അടിയുന്ന വൈറ്റമിൻ എയും കരളിൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ കെയുമാണ്. കരളിൻ്റെ വലത്തേ ലോബിൻ്റെ അടിവശത്തായി കാണപ്പെടുന്നതാണ് പിത്താശയം അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി കോശങ്ങളിലുണ്ടാകുന്ന അമോണിയ കരളിലെത്തുന്നത് രക്തത്തിലൂടെയാണ്. അമോണിയ കരളിൽ വെച്ച് കാർബൺ ഡയോക്സൈഡും ജലവുമായി കൂടിച്ചേർന്ന് എൻസൈമുകളുടെ സഹായത്താൽ ഉണ്ടാകുന്നതാണ് യൂറിയ. ഈ യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരഭാഗമാണ് കരൾ. കരളിൽ വെച്ച് യൂറിയ നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഓർണിത്തൈൻ സൈക്കിൾ അല്ലെങ്കിൽ ഓർണിത്തൈൻ പരിവൃത്തി എന്നാണ്. കരളിൽ സംരക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റാണ് ഗ്ലൈക്കജൻ. കരളിൽ നിർമ്മിക്കുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രോംതോംബിൻ, ഫൈബ്രിനോജൻ, ആൽബുമിൻ. ഇനി അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാവുന്ന ജീർണ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? നിങ്ങൾക്കറിയാമോ? ഉത്തരം സിറോസിസ്. അങ്ങനെയാണെങ്കിൽ മദ്യത്തോടുള്ള അമിത ആസക്തി എന്ന് നിങ്ങൾ കേട്ട് കാണും. അതിനെന്തായിരിക്കും പറയുന്നത്? പല സിനിമകളിൽ നിങ്ങൾ കേട്ട് കാണും. എന്താണ്? ഡിപ്സോമാനിയ. നിങ്ങൾ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മദ്യപാനം മൂലമുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് എന്തായിരിക്കും? ഉത്തരം ടോക്സിക് ഹെപ്പറ്റൈറ്റിസ്. ഇനി ഒരു ചോദ്യം. വിവിധ തരം വൈറൽ ഹെപ്പറ്റൈറ്റിസുകളുണ്ട്. ഏതൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ, ജി. അതിൽ ഏറ്റവും മാരകമായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഏതാണ്? ഉത്തരം ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് സിറം ഹെപ്പറ്റൈറ്റിസ് എന്നാണ് പറയുന്നത്. ഇത് രക്തത്തിലൂടെ അല്ലെങ്കിൽ ശരീരദ്രവങ്ങളിലൂടെ അല്ലെങ്കിൽ അണുവിമുക്തമാക്കാത്ത സൂചി ഉപയോഗിക്കുന്നതിലൂടെയൊക്കെയാണ് ഇത് പകരുന്നത്. അങ്ങനെയെങ്കിൽ മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതൊക്കെയായിരിക്കാം? ഹെപ്പറ്റൈറ്റിസ് എയും ഇയുമാണ് മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ്. ഇനി നമുക്ക് കരളിലേക്ക് തിരിച്ചു വരാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അവയവവും എന്താണ്? കരൾ തന്നെയാണ്. മറ്റു പ്രത്യേകതകൾ കൂടി നോക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവമാണ് കരൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കൂടിയാണ് ഇത്. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം, 2 ലോബുകളുള്ള അവയവം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം, മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷബാധകളെ അതായത് വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം കൂടിയാണ് കരൾ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമെന്നും ഇത് അറിയപ്പെടുന്നു. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്നു ആര്? കരൾ. ഫാറ്റി ആസിഡിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നു. കൊളസ്ട്രോളിൻ്റെ നിർമ്മാണം നടത്തുന്നതും ഇവിടെയാണ്. സസ്യങ്ങളിൽ കാണപ്പെടുന്ന ബീറ്റ കരോട്ടിനെ കരളിൽ വെച്ച് വൈറ്റമിൻ എ ആക്കി മാറ്റുകയും ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.